ഈ വീഡിയോയിൽ നമ്മൾ സോളിഡ്സിൻ്റെ സെക്കൻഡ് പാർട്ടിന് പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ പാർട്ടിൽ നമ്മൾ ഒരു സ്ക്വയർ പിരമിഡ് എന്താണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് കിടക്കാം. ദ ലാറ്ററൽ ഫേസസ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ആർ ഈക്വലേറ്റഡ് ട്രയാങ്കിൾ. നമുക്കറിയാം ഒരു സ്ക്വയർ പിരമിഡിൻ്റെ ബേസ് എന്ന് പറയുന്നത് സ്ക്വയർ ആയിരിക്കും. അതിനെ കവർ ചെയ്യുന്ന 4 ട്രയാങ്കിൾസ് ഉണ്ടായിരിക്കും. ആ 4 ട്രയാങ്കിളുടെ ലാറ്ററൽ ഫേസ് എന്ന് പറയുന്നത് ഈക്വലേറ്റഡ് ട്രയാങ്കിൾ ആണ്. ഈക്വലേറ്റഡ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിൻ്റെ 3 സൈഡും ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ഓരോ ആംഗിളും 60 ഡിഗ്രി ഈച്ച് ആയിരിക്കും. പിന്നെ തന്നേക്കുന്നത് ബേസ് എഡ്ജിൻ്റെ ലെങ്ത് ആണ്. സ്ക്വയർ പിരമിഡിൻ്റെ ബേസ് എഡ്ജിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് സർഫസ് ഏരിയ ഓഫ് എ സ്ക്വയർ പിരമിഡ്. അപ്പോൾ ഇങ്ങനെ ലാറ്ററൽ ഫേസും ബേസ് എഡ്ജും തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനിൽ ഒരു ഫോർമുല വെച്ചിട്ട് നമുക്കിത് പഠിക്കാം. സർഫസ് ഏരിയ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? സർഫസ് ഏരിയ ഓഫ് എ സ്ക്വയർ പിരമിഡ് എന്ന് പറഞ്ഞത് ബേസ് ഏരിയ, നമുക്കിവിടെ ബേസ് ഏരിയ തന്നിട്ടുള്ളത് കൊണ്ട്, ബേസ് എഡ്ജ് തന്നിട്ടുള്ളത് കൊണ്ട് ബേസ് ഏരിയ പ്ലസ് ലാറ്ററൽ സർഫസ് ഏരിയ, ഇതാണ് ആ ഫോർമുല. അപ്പോൾ ബേസ് എഡ്ജും ലാറ്ററൽ ഫേസസും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഫോർമുലയാണ് സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് ഏരിയ പ്ലസ് ലാറ്ററൽ സർഫസ് ഏരിയ. നമുക്ക് ബേസ് ഏരിയ ഓഫ് എ സ്ക്വയർ പിരമിഡ്, നമുക്കറിയാം ബേസ് എന്ന് പറയുന്നത് സ്ക്വയർ ആയതുകൊണ്ട് തന്നെ സ്ക്വയറിൻ്റെ ഏരിയ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? സൈഡ് ഇൻറ്റു സൈഡ്. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ അറിഞ്ഞിരുന്നാലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് എ സ്ക്വയർ നമുക്കറിയാം 30 ആയതുകൊണ്ട് 30 ഇൻറ്റു 30 ഈസ് ഈക്വൽ ടു 900 സ്ക്വയർ സെൻറ്റിമീറ്റർ. യൂണിറ്റ് എന്ന് പറയുന്നത് സ്ക്വയർ സെൻറ്റിമീറ്റർ ആയിരിക്കും. സെൻറ്റിമീറ്ററിലാണ് തന്നേക്കുന്നത്. ഇനി നമുക്ക് ബേസ് ഏരിയ കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലാറ്ററൽ സർഫസ് ഏരിയ ആണ്. ഒരു ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കുക എങ്ങനെയാണ്? ലാറ്ററൽ സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു, ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ 4 ഇൻറ്റു 4 ട്രയാങ്കിളാണ് ഉള്ളത്. അതെ, ഒരു സ്ക്വയർ പിരമിഡിനെ കവർ ചെയ്തുകൊണ്ട് 4 ട്രയാങ്കിളാണ്. 4 ഇൻറ്റു ഏരിയ ഓഫ് ഈക്വലേറ്ററൽ ട്രയാങ്കിൾ. ഇവിടെ തന്നേക്കുന്ന ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഈക്വലേറ്റർ ആയതുകൊണ്ട് ഏരിയ ഓഫ് ഈക്വലേറ്റർ ട്രയാങ്കിൾ 4 ട്രയാങ്കിൾ ഉണ്ടായിരിക്കും. ഏരിയ ഓഫ് ഈക്വലേറ്റർ ട്രയാങ്കിൾ പഠിച്ചിരിക്കണം. 4 ഇൻറ്റു √3/4 എ സ്ക്വയർ. അതായത് 4 ഇല്ല, 4 എന്ന് പറഞ്ഞാൽ ഇവിടെ 4 ട്രയാങ്കിൾ ഉള്ളതുകൊണ്ട് ഇവിടെ 4 കൊടുത്തേക്കുന്നത്. ഏരിയ ഓഫ് ഈക്വലേറ്റർ ട്രയാങ്കിൾ എന്ന് പറയുന്നത് √3/4 എ സ്ക്വയർ എന്ന് പറഞ്ഞ ഫോർമുലയാണ്. കാണാപ്പാഠം പഠിച്ചിരിക്കണം. ഇനി നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4 ഇൻറ്റു √3/4 എ സ്ക്വയർ എന്ന് പറയുമ്പോൾ 30 ഇൻറ്റു 30 നമ്മൾ 900 എന്ന് പറഞ്ഞു. 900 അതായത് 30 സ്ക്വയർ, ഇങ്ങനെ എഴുതിയാൽ മതി. 30 സ്ക്വയർ. ഇനി ഇത് വെട്ടിക്കളയുമ്പോൾ ഈ 4ഉം 4ഉം വെട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 900 √3 എന്ന് ആൻസർ കിട്ടി. 900 √3 സ്ക്വയർ സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് നോക്കിയേ, ബേസ് ഏരിയ നമുക്ക് കിട്ടി 900 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. അതുപോലെ തന്നെ ലാറ്ററൽ സർഫസ് ഏരിയ നമുക്ക് കിട്ടി 900 √3 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഇനി സർഫസ് ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക? ഇത് രണ്ടും കൂടി അങ്ങോട്ട് കൂട്ടാം. സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ ബേസ് ഏരിയ എന്ന് പറയുന്നത് 900 ആണ്, പ്ലസ് ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 900 √3 ആണ്. ഇതായിരിക്കും ഇവിടുത്തെ സർഫസ് ഏരിയ. ഇതിൽ മെയിനായിട്ട് പഠിക്കേണ്ടത് ഈക്വലേറ്റഡ് ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല, അതുപോലെ തന്നെ ബേസ് എഡ്ജും ലാറ്ററൽ ഫേസും തരുമ്പോൾ അവ കണക്ട് ചെയ്യുന്ന സർഫസ് ഏരിയ ഉൾക്കൊള്ളുന്ന ആ ഒരു ഫോർമുലയും, അതായത് സർഫസ് ഏരിയ എന്ന് പറയുന്നത് ബേസ് ഏരിയ പ്ലസ് ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞ ഫോർമുലയും, ഇത് കണക്ട് ചെയ്ത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആൻസറായി. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വോളിയം ഓഫ് എ പിരമിഡ്. ഒരു പിരമിഡിൻ്റെ വ്യാപ്തം കാണാനുള്ള ഫോർമുലയാണ് പഠിക്കാൻ പോകുന്നത്. അതായത് വോളിയം എന്ന് പറയുന്നത് 1/3 ഇൻറ്റു ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ഇതാണ് ഒരു പിരമിഡിൻ്റെ വോളിയം കാണാനുള്ള ഫോർമുല. കാണാപ്പാഠം പഠിക്കേണ്ടതാണ്. വോളിയം എന്ന് പറയുന്നത് വോളിയം ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ഇനി ഇതിനനുബന്ധിച്ചുള്ള ഓരോ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം.
ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. എ മെറ്റൽ ക്യൂബ് ഓഫ് എഡ്ജ് 15 സെന്റിമീറ്റേഴ്സ് മെൽറ്റഡ് ആൻഡ് റീകാസ്റ്റ് ഇൻ ടു എ സ്ക്വയർ പിരമിഡ്. ഒരു ക്യൂബ്, മെറ്റൽ ക്യൂബ് ഉരുക്കിയിട്ട് നമ്മളൊരു സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കി. ഈ ഉരുക്കി പിന്നെ സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കി എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു ഹിൻഡ് ഇവിടെ ഉണ്ട്. അതായത് ഈ ക്യൂബിൻ്റെ വോളിയും സ്ക്വയർ പിരമിഡിൻ്റെ വോളിയും ഈക്വൽ ആയിരിക്കും. അതായത് ക്യൂബ് ഉരുക്കിയിട്ടാണ് നമ്മൾ സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെയും വോളിയം സെയിം ആയിരിക്കും. എന്ത് ഉരുക്കിയിട്ടാണോ വേറൊന്ന് നിർമ്മിക്കുന്നത് ആ രണ്ടെണ്ണത്തിൻ്റെയും വോളിയം സെയിം ആയിരിക്കും. അത് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയൊരു പോയിന്റ് ആണ് കേട്ടോ. ആ ഉണ്ടാക്കിയ സ്ക്വയർ പിരമിഡിൻ്റെ ബേസ് എഡ്ജ് 25 സെന്റിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് വോളിയം ഓഫ് ദ ക്യൂബാണ്. വോളിയം ഓഫ് ക്യൂബ് നമുക്കറിയാം, എ ക്യൂബ് എന്ന് പറഞ്ഞ ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ വോളിയം ഓഫ് ക്യൂബ് കണ്ടുപിടിക്കുന്നത്. ക്യൂബിൻ്റെ എഡ്ജ് നമുക്ക് തന്നിട്ടുണ്ട്, അതായത് 15 ക്യൂബ്, 15 ക്യൂബ് സെൻറ്റിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് ഇവിടെ വോളിയം ഓഫ് ക്യൂബ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വോളിയം ഓഫ് ദ സ്ക്വയർ പിരമിഡ് കണ്ടുപിടിക്കണം. അപ്പോൾ അടുത്തത് വോളിയം ഓഫ് സ്ക്വയർ പിരമിഡ്. വോളിയം ഓഫ് സ്ക്വയർ പിരമിഡ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 1/3 ഇൻറ്റു ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ഇതാണ് ഫോർമുല. നമ്മൾ ഈ വോളിയം ഓഫ് സ്ക്വയർ പിരമിഡ് നമ്മളത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ക്യൂബിൻ്റെ വോളിയം എന്താണോ അതാണ് വോളിയം ഓഫ് സ്ക്വയർ പിരമിഡ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 15 ക്യൂബിക് സെൻറ്റിമീറ്റർ ആയിരിക്കും ഇവിടെ വോളിയം ഓഫ് സ്ക്വയർ പിരമിഡ്. ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു ബേസ് ഏരിയ എന്ന് പറയുമ്പോൾ സ്ക്വയർ പിരമിഡിൻ്റെ ബേസ് എഡ്ജ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ബേസ് ഏരിയ ഇങ്ങനെ കണ്ടുപിടിക്കും. ഒരു സൈഡ് തന്നിട്ടുണ്ടെങ്കിൽ എ ഇൻറ്റു എ അഥവാ സൈഡ് ഇൻറ്റു സൈഡ്, അതായത് 25 സ്ക്വയർ, 25 ഇൻറ്റു 25 ഇൻറ്റു ഹൈറ്റ് നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ ഹൈറ്റ് നമ്മളിവിടെ കണ്ടുപിടിക്കണം. വാട്ട് ഈസ് ഇറ്റ്സ് ഹൈറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹൈറ്റ് ഇവിടെ എഴുതാം. ഇനി എന്ത് ചെയ്യണം? ഹൈറ്റിന് ഇവിടെ നിർത്തി ബാക്കി എല്ലാത്തിനും ഇപ്പുറത്തി കൊണ്ടുവരും. അതായത് 15 ഇൻറ്റു 15 ഇൻറ്റു 15 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ ഈ 25 അടിയിലേക്ക് കൊണ്ടുവരണം. 25 ഇൻറ്റു 25 ഈസ് ഈക്വൽ ടു h. നമുക്കിത് വെട്ടി ചെറുതാക്കുമ്പോൾ 16.2 സെൻറ്റിമീറ്റർ എന്ന് ആൻസർ കിട്ടും. അതായത് വോളിയം എന്തിനെങ്കിലും ഉരുക്കി അടുത്ത് നിർമ്മിച്ചു എന്ന് പറയുമ്പോൾ അവർ രണ്ടുപേരുടെയും വോളിയം സെയിം ആയിരിക്കും. ആ വോളിയം വെച്ചിട്ട് നമ്മളിവിടെ കണക്ട് ചെയ്യണം. വോളിയം ഓഫ് എ സ്ക്വയർ പിരമിഡ് എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. വോളിയം ഓഫ് സ്ക്വയർ പിരമിഡ് വോളിയം ഓഫ് ക്യൂബിൻ്റെ ഈക്വൽ ആണ്. സോ 15 ക്യൂബ് ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു ബേസ് ഏരിയ എന്ന് പറയുമ്പോൾ ബേസ് എഡ്ജ് നമുക്ക് തന്നിട്ടുണ്ട്. സൈഡ് ഇൻറ്റു സൈഡ് എന്ന് പറയുമ്പോൾ 25 ഇൻറ്റു 25 ഇൻറ്റു ഹൈറ്റിനെ ഇവിടെ നിർത്തി നമ്മൾ ബാക്കിയെല്ലാം ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. എന്നിട്ട് ഹൈറ്റ് നമ്മൾ കണ്ടുപിടിച്ചു 16.2 സെൻറ്റിമീറ്റർ എന്ന് കണ്ടുപിടിച്ചു. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി. വാട്ട് ഈസ് ദ വോളിയം ഓഫ് എ സ്ക്വയർ പിരമിഡ് ഓഫ് ബേസ് എഡ്ജ് 10 സെൻറ്റിമീറ്റർ ആൻഡ് സ്ലാൻഡ് ഹൈറ്റ് 15 സെൻറ്റിമീറ്റർ. ഇവിടെ നമ്മളോട് ചോദിച്ചേക്കുന്നത് സ്ക്വയർ പിരമിഡിൻ്റെ വോളിയം കണ്ടുപിടിക്കാനാണ്. ഇവിടെ നമുക്ക് ബേസ് എഡ്ജ് എ എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. സ്ലാൻഡ് ഹൈറ്റ് അഥവാ സ്മോൾ ലെറ്റർ എൽ എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫോർമുല എഴുതുക. എന്തൊക്കെ തന്നിട്ടുണ്ടെന്നും കൂടി എഴുതാം. നമ്മളുടെ ഫോർമുല എഴുതി. വോളിയം എന്ന് പറയുന്നത് വോളിയം ഓഫ് എ സ്ക്വയർ പിരമിഡ് എന്ന് പറയുന്നത് 1/3 ഇൻറ്റു ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. നമുക്കിവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ബേസ് എഡ്ജ് എ 10 തന്നിട്ടുണ്ട്. അതേപോലെ സ്ലാൻഡ് ഹൈറ്റ് സ്മോൾ ലെറ്റർ എൽ 15 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. നമുക്കിവിടെ ഇങ്ങനൊരു ഫോർമുല കിട്ടുകയാണെങ്കിൽ ഹൈറ്റ് കണ്ടുപിടിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ബേസ് എഡ്ജ് ഒരു സ്ക്വയർ പിരമിഡിൻ്റെ ബേസ് എഡ്ജ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. എ ഈസ് ഈക്വൽ ടു 10. അതുപോലെ തന്നെ സ്ലാൻഡ് ഹൈറ്റ് എൽ എന്ന് പറയുന്നത് 15 നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഹൈറ്റ് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഫോർമുല ഉണ്ട്. എച്ച് എന്ന് പറയുന്നത് √L² മൈനസ് a/2 ഹോൾ സ്ക്വയർ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ ഒരു ഫോർമുല. നമുക്ക് ഒരു സ്ക്വയർ പിരമിഡിൽ ബേസ് എഡ്ജും സ്ലാൻഡ് ഹൈറ്റും തന്നിട്ടുണ്ടെങ്കിൽ ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? √L² മൈനസ് a/2 ഹോൾ സ്ക്വയർ. അതായത് L² എന്ന് പറയുന്നത് 15² ആണ്, മൈനസ് എ എന്ന് പറയുന്നത് 10/2 ഹോൾ സ്ക്വയർ. √2 കൊടുത്തു. 15 ഇൻറ്റു 15 എന്ന് പറയുന്നത് 225 ആണ്, മൈനസ് 10/2 എന്ന് പറയുന്നത് 5 ആണ്. 5² എന്ന് പറയുന്നത് 25. അപ്പോൾ എത്ര കിട്ടി? √200 എന്ന് ആൻസർ കിട്ടി. ഈ എച്ച് കണ്ടുപിടിക്കാൻ നമ്മൾ ഇത് കൊണ്ടുവന്നത്. അപ്പോൾ എച്ച് എന്ന് പറയുന്നത് നമുക്ക്
√200 സെൻറ്റിമീറ്റർ എന്ന് ആൻസർ കിട്ടി. ഇനി നമ്മൾ നേരത്തെ പോലെ ഈ ഒരു ഫോർമുല ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതായത് വോളിയം എന്ന് പറഞ്ഞത് 1/3 ഇൻറ്റു ബേസ് എഡ്ജ് എ ആയതുകൊണ്ട് ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? സ്ക്വയർ ആയതുകൊണ്ട് A², അതായത് 10 × 10 ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞത് √200 ആണ്. അപ്പോൾ എത്ര ആൻസർ കിട്ടും? 10 × 10 എന്ന് പറഞ്ഞത് 100 ആണ്. 100/3 ഇൻറ്റു, ഒന്നുകിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ √200 എന്ന് ഇടാം, അതായത് സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് ഇടാം. അല്ലെങ്കിൽ ഈ √2നെ പുറത്തേക്ക് എടുക്കുക. അതായത് വേറൊരു വഴി എന്ന് പറയുന്നത് 100/3 ഇൻറ്റു √2 ഇൻറ്റു √100. ഇങ്ങനെ എഴുതിയാലും √200 എഴുതിയാലൊക്കെ സെയിം ആണ്. അപ്പോൾ √100 എന്ന് പറയുന്നത് നമുക്കറിയാം 10 ആണ്. ഈ 10 × 100 എന്ന് പറയുമ്പോൾ 1000 കിട്ടി. 1000/3 ഇൻറ്റു √2 എന്ന് എഴുതിയാലും ആൻസർ കറക്റ്റാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.